ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജോമയമായ രൂപം യോഹന്നാൻ ശ്ലീഹ കണ്ടതാണ് വിവരിച്ചിരിക്കുന്നത്. 2-3 അധ്യായങ്ങളിൽ ആസിയയിലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതാണ് നാം കാണുന്നത്. 4-ാം അധ്യായം മുതൽ പിന്നെ 22-ാം അധ്യായം വരെയും മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം നയിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാം. ഇനി മേലിൽ സംഭവിക്കാനുള്ളത് 4-ാം അധ്യായം മുതൽ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേട്ടു. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന ഉയരത്തിൽ ശബ്ദം കേട്ടു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ഏകാഗിയായിരിക്കുമ്പോഴാണ് ഈ ദർശനങ്ങളെല്ലാം ലഭിക്കുന്നത്, വെളിപ്പാടുകൾ ലഭിക്കുന്നത്, സ്വകീയമായ വെളിപ്പാടുകൾ ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വലിയ തീക്ഷ്ണതയേറിയ ദുരിതത്തിൻ്റെ മധ്യത്തിൽ, വലിയ കഠോരമായ യാതനയുടെ മധ്യത്തിൽ, ആരോരും താങ്ങാനില്ലാത്ത സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നു. അപ്പോഴാണ് സ്വർഗീയമായ വെളിപ്പാടുകൾ ലഭിക്കുന്നത്. എല്ലാം നിറവായിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത്ര തന്നെ നിർബന്ധമല്ല. മനുഷ്യ സഹജമായ സ്വഭാവമാണ്. എല്ലാം നിറവാണ്, ഒന്നിനും കുറവില്ല, സമൃദ്ധിയാണ്. അപ്പോൾ നമുക്ക് വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ ഹൃദയം പരവശമാകുന്ന ചില കാര്യങ്ങളുണ്ട്, മനസ്സ് ആകുലമാകുന്ന ചില കാര്യങ്ങളുണ്ട്, മനസ്സ് വേദന കൊണ്ട് പൊളയുന്ന ചില കാര്യങ്ങളുണ്ട്, അനേകം പ്രശ്നങ്ങളിൽപ്പെട്ട് നാം നട്ടം തിരിയുന്ന ചില കാര്യങ്ങളുണ്ട്, മുന്നോട്ടൊരു ഗതി കാണാതെ വഴിമുട്ടി നാം നിന്നു പോകുന്ന സമയങ്ങളുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നാം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് കേൾക്കാനുള്ള നല്ല സാഹചര്യം ഒരുങ്ങി കിട്ടുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്വർഗീയമായ അനുഭവങ്ങൾ ലഭിക്കും. പക്ഷേ യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായതുപോലുള്ളതായ ആ അത്യുജ്വലമായ ദർശനങ്ങളോ മറ്റോ കിട്ടിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ നമുക്ക് ആത്മീയമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് എപ്പോഴും യാതനയുടെ മധ്യത്തിലാണ്. യാതനകൾ ഒഴിവാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. യാതനകൾ ഒഴിവാക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. ദുരിതങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കരുത്. രോഗം മാറണമെന്ന് പോലും ആഗ്രഹിക്കരുത്. ഇത്രയും പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ രോഗം, അതിനെ നേരിടാൻ സഹിക്കാൻ നിൻ്റെ കൃപ എന്നോടുണ്ടായിരിക്കണമേ. അതേ പറയാവൂ. ഈ രോഗം വന്നാലും ശരീരം ക്ഷയിച്ചാലും കർത്താവേ, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. യേശുക്രിസ്തുവിൻ്റെ കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. പൈസയ്ക്ക് ഞെരുക്കം വന്നാലും, പൈസയ്ക്ക് ഞെരുക്കമാണ്, ഞെരുക്കം വന്നാലും അല്ല, പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൃപ എന്നോടുണ്ടായിരിക്കണം. ഞാനെല്ലാം സഹിക്കാൻ തയ്യാറാണ്. ക്രിസ്തീയ ജീവിതം സഹനമാണ്. സഹനം കേൾക്കാൻ ഇമ്പമുള്ള വാക്കല്ല, അത് കേൾക്കാൻ അത്ര രസകരമായ വാക്കല്ല, സഹനമാണ്. നാം ഓരോരുത്തരും പലതരത്തിൽ സഹനം നേരിടുന്നവരാണ്. സഹിക്കേണ്ടി വരുന്നു പല കാര്യങ്ങളും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സഹിക്കേണ്ടി വരുന്നു. നമുക്ക് പ്രയാസമില്ലാത്ത കാര്യങ്ങൾ, വളരെ സുഖകരമായി പോകുന്ന കാര്യങ്ങൾ നമുക്ക് അത്ര ബന്ധപ്പാടില്ല. പക്ഷേ പ്രയാസമുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൻ്റെ മാധുര്യം കിട്ടുന്നത്. കഷ്ടത കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, എന്ത് നന്നായിരുന്നു ആ കഷ്ടതയുടെ കാലങ്ങൾ, എന്ത് നന്നായിരുന്നു ദൈവം എന്നെ കാത്തല്ലോ, എന്തൊരു അത്ഭുതം, എനിക്ക് ആത്മീയമായ ചില അനുഭവങ്ങൾ തന്നല്ലോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടൊരിക്കലും നാം കഷ്ടത ഒഴിവാക്കാൻ ആഗ്രഹിക്കരുത്. കഷ്ടത വേണ്ട എന്ന് നാം പറയരുത്. അപ്പോസ്തലനായ പൗലോസിന് രോഗമുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോസ്തലനായ പൗലോസിന് രോഗമുണ്ടായിരുന്നു. രോഗം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ കണ്ണിൽ നിരന്തരം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണെന്ന് ചില വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലെ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഏതാണ്ട് അങ്ങനെ ചില സൂചനകൾ കിട്ടുന്നുണ്ട്. എന്തുമാകട്ടെ, രാവും പകലും നല്ല തിരക്കുള്ളയാളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. രാവും പകലും. പകല് സുവിശേഷം അറിയിക്കാൻ പല സ്ഥലങ്ങളിലും പോകും, രാത്രി വന്ന് കൂടാരപ്പണി ചെയ്യും. അധ്വാനമാണ്, അധ്വാനിക്കും, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കും. അങ്ങനെ പകലും രാവും വിശ്രമമില്ലാതെ ജോലി ചെയ്തിരുന്ന അപ്പോസ്തലന് ഏറ്റവും അസഹ്യമായ ഒരു വേദന ഉണ്ടായിരുന്നു. ശൂലം കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന എന്നാണ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്. ശൂലം കൊണ്ട് കുത്തുന്നത് പോലത്തെ, പെട്ടെന്ന് അറിയാതെ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിൽ ശൂലം കൊണ്ട് കുത്തുന്നത് പോലത്തെ വേദന. പക്ഷേ അപ്പോഴെല്ലാം അപ്പോസ്തലൻ കർത്താവേ, ഇതൊന്ന് മാറ്റി തരാമെന്ന് ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു, ഇതൊന്ന് മാറ്റി തരാമോ, ശുശ്രൂഷയ്ക്ക് ഇതൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ, നിൻ്റെ വചനം പറയുന്നതിനും എൻ്റെ ഉപജീവനമാർഗം തേടുന്നതിന് ഇതൊരു തടസ്സമാണെന്ന് തോന്നുന്നല്ലോ, ഇത് മാറ്റി തരാമോ. കർത്താവ് പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു കർത്താവ്, എൻ്റെ കൃപ നിനക്ക് മതി, പോരെ,
എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. വറുതികൾ വരുമ്പോൾ, ജോലിയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ നമുക്ക് നേരിടാൻ പ്രയാസമായ അനേകം വൈതരണികൾ വരുമ്പോൾ, അപ്പോഴെല്ലാം നിങ്ങൾ ഓർത്തുകൊള്ളണം, കർത്താവേ എനിക്ക് മാറണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇതെന്നിൽ നിന്ന് മാറ്റി തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയില്ല. പക്ഷേ ഒരു കാര്യം, നിൻ്റെ കൃപ എന്നിൽ നിന്ന് മാറരുത്, നിൻ്റെ കൃപ എന്നിൽ നിന്ന് മാറരുത്, നിൻ്റെ കരം എൻ്റെ തലമയിൽ നിന്ന് മാറരുത്. കർത്താവേ, നിൻ്റെ ആ സ്നേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ വിട്ടുപോകരുത് ഒരു കാരണവശാലും. ഏത് സമയത്ത് ഞാൻ കടന്നു വന്നാലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വരത്തക്കവണ്ണം ആത്മീയമായ ഒരു ചൈതന്യം എന്നിൽ എപ്പോഴും നിലനിൽക്കണം. ഇല്ലെങ്കിൽ കർത്താവെ എല്ലാം നഷ്ടമാകും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും അതാണ് കാണേണ്ടത്, സഹനം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്നാണ് സ്മരണാ സഭയോട് പറയുന്നത്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഹിപ്പാനുള്ളത് പലതുകൊണ്ട്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഈ ഒരു സ്മരണാ സഭയോട് മാത്രമല്ല എല്ലാ സഭയോടും പറയാനുള്ളതായി ദൈവത്തിൻ്റെ ദൂതിൽ സഹനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. കഷ്ടതകൾ സഹിക്കാൻ വരം നൽകിയിരിക്കുന്നതാണ് പറയുന്നത്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ കഷ്ടത സഹിക്കാൻ നിങ്ങൾക്ക് വരം നൽകി, അതൊരു വരമാണ്. രോഗശാന്തി വരം എന്ന് പറയുന്നത് പോലെയോ, വേദന വരം എന്ന് പറയുന്നത് പോലെയോ, വിവിധ ഭാഷാവരം എന്ന് പറയുന്നത് പോലെയോ, ഭൂതങ്ങളുടെ മേൽ അധികാരം എന്ന് പറയുന്നത് പോലെയോ എല്ലാം ഉള്ള ഒരു വരമാണ് കഷ്ടത സഹിക്കാനുള്ള വരം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കഷ്ടതകൾ വരുമ്പോൾ നാം ഞെട്ടിപ്പോകരുത്. കഷ്ടതകൾ വരുമ്പോൾ നാം ഭാരപ്പെട്ടു പോകരുത്. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, അക്കാര്യം ഉറപ്പാണ്. നിനക്ക് പറയാം, കർത്താവ് നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നിനക്കറിയാം ഞാൻ ആരാണെന്ന് നിനക്കറിയാം, എൻ്റെ അവസ്ഥ നിനക്കറിയാം, ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് നിനക്കറിയാം, എൻ്റെ രോഗം എന്താണെന്ന് നിനക്കറിയാം, നമ്മുടെ ചികിത്സ എന്താണെന്നറിയാം. കർത്താവേ, ഒരു ചികിത്സയും കൂടാതെ മാറണതാണോ? അത് നിൻ്റെ ഇഷ്ടം. അല്ല, ചികിത്സിക്കണമോ? അതും നിൻ്റെ ഇഷ്ടം. കർത്താവേ, ഞാനതൊന്നും ചിന്താവിഷയമാക്കുന്നില്ല. ഒന്നേ ഒന്ന്, യേശു എന്നിൽ എപ്പോഴും പ്രസാദിച്ചിരിക്കണം. യേശുവിൻ്റെ തിരുമുഖ ശോഭ ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. തിരുമുഖം മറയ്ക്കരുതേ. ദൈവത്തിന് സ്തോത്രം. തിരുമുഖം എൻ്റെ ഒന്ന് മറയ്ക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരിക്കണം. തിരുമുഖം മറഞ്ഞു പോകരുത്. എപ്പോൾ ഞാൻ എൻ്റെ യേശുവെ എന്ന് വിളിക്കുമ്പോഴേക്കും യേശുവിൻ്റെ അരുമ സ്പർശം എനിക്ക് ലഭിക്കുന്ന ഈ അനുഭവം എനിക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവെ നീ വിളിക്കുമ്പോൾ എപ്പോൾ വിളിച്ചാലും എൻ്റെ യേശു എൻ്റെ അരികത്തുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. മതി, വേറൊന്നും എനിക്ക് വേണ്ട, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഇതാണ് വിശ്വാസിയുടെ ജീവിതാനുഭവം. ആദിമകാല സഭകളിൽ ഒട്ടേറെ പീഡകൾ നേരിടേണ്ടി വന്നു, ഒട്ടേറെ പീഡകൾ. ആ പീഡകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അന്നത്തെ സഭകൾ വളർന്നു വന്നത്. സഭകൾ എന്ന് പറഞ്ഞാൽ സഭയൊന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സഭ. പക്ഷേ അതായത് പ്രാദേശിക സഭകൾ. അന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ 7 സഭകൾ. 1 എഫേസോസിലെ സഭ, 2 സ്മുർനായിലെ സഭ, 3 പെർഗമസിലെ സഭ, 4 തൊയ്തൈരയിലെ സഭ, 5 സർദീസിലെ സഭ, 6 ഫിലദൽഫിയയിലെ സഭ, 7 ലവോദിക്ക സഭ. ഈ സഭകളെല്ലാം അനേകം പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും അതിനെ അതിജീവിച്ചുകൊണ്ടും ജയിച്ച് മുന്നേറിയാണ് വന്നത്. പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള, അതിനെ നേരിട്ട് ജയിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തും കാമ്പും കർത്താവ് അവർക്ക് തന്നിരുന്നു, അവർക്ക് നൽകിയിരുന്നു. അതൊരു മഹാഭാഗ്യമാണ്. അന്നത്തെ സഭകളെല്ലാം, ആ പ്രാദേശിക കൂട്ടായ്മകളെല്ലാം തന്നെ കർത്താവിൽ ശക്തി ആർജിച്ചിരുന്നു. പോരായ്മകളുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ പോരായ്മകളുണ്ടെങ്കിൽ പോലും അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും ആ പോരായ്മകളിൽ നിന്ന് മോചനം നേടുവാനുള്ളതായ ഒരു പ്രാർത്ഥനാശീലം അവർക്കുണ്ടായിരുന്നു, ഓരോ സഭയ്ക്കും. നാം ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ നാം കേട്ടല്ലോ. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഈ എഫേസോസ് സഭയ്ക്കുള്ള ദൂത്? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നീക്കുകയും ചെയ്യും. നാം എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിച്ചു? അതൊരു ചിന്താവിഷയമായിരുന്നു നോക്ക്. എൻ്റെ ആദ്യ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? പ്രിയപ്പെട്ടവരെ, ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു തോന്നുന്നു, ചിലപ്പോൾ നല്ല സൽബുദ്ധി നിങ്ങൾക്ക് കർത്താവ് തന്നു വരും. ചിലപ്പോൾ തോന്നും, ഇല്ല എൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയല്ലോ. അത് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടാതെ നിങ്ങൾ അടങ്ങിയിരിക്കരുത്. അതിലേക്ക് മടങ്ങി വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നഷ്ടമാണ്, തീരെ നഷ്ടമാണ്. പിന്നെ തിരുത്താനാവാത്ത നഷ്ടമായി പോകും. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ആദ്യത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ആദ്യത്തെ വചനത്തിൻ്റെ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയി, ആദ്യത്തെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി, ആദ്യം ഉണ്ടായിരുന്ന ശക്തി നഷ്ടപ്പെട്ടു പോയി, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ഓരോ പ്രാവശ്യവും വചനം കേട്ട് നാം പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ജോലി തിരക്കുള്ളവരാണെന്ന് എനിക്കറിയാം, തീർച്ചയായിട്ടും ജോലി തിരക്കുണ്ട്. എങ്കിലും ഒരു
ഒരു പ്രത്യേക സമയം നിങ്ങൾ വേർതിരിച്ചിരുന്ന് എന്തെല്ലാമാണ് ഞാൻ കേട്ടത് ഒന്ന് ധ്യാനിക്കണം. ഞാൻ പറയാറുണ്ടല്ലോ, ഈ കന്നുകാലി അയവറക്കുന്നത് പോലെ നാം തിടുക്കത്തിൽ ഭക്ഷിച്ചു, ഒരു മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം നാം വചനം കേട്ടു, അത് തിടുക്കത്തിൽ അതെല്ലാം ഭക്ഷിച്ചു, പക്ഷേ ഒന്നും ദഹിച്ചില്ല. പിന്നെ പോയിരുന്ന് തികട്ടിയെടുത്ത് അത് അരച്ച് അത് ചവച്ചരച്ച് അത് ദഹനയോഗ്യമാക്കി തീർക്കണം. അതാണ് ആത്മീയത്തിൻ്റെ ശരിയായ ലക്ഷണം എന്ന് പറയുന്നത്. കേട്ട വചനം നാം അത് പിന്നെയും പിന്നെയും ധ്യാനിക്കണം. നമുക്ക് പറ്റുന്ന ഒരു വലിയ അപകടം, വചനം കേൾക്കുന്നുണ്ടെങ്കിലും അപ്പോൾ കേൾക്കുമ്പോൾ ഉത്സാഹമൊക്കെ വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സമർപ്പണം വരുന്നത്, തീരുമാനം വരുന്നത്. പക്ഷേ അത് നിലനിൽക്കുന്നില്ല. അതിന് കാരണം നാം അത് അയവിറക്കുന്നില്ല. അത് നാം വീണ്ടും എടുത്ത് ചവച്ച് അരച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജമാക്കി നാം തീർക്കുന്നില്ല. ശരീരത്തിന് ആത്മാവിന്, നമ്മുടെ ആത്മാവിന് ഊർജ്ജമായി തീർക്കുന്നില്ല. ഈ ആഹാരം എനർജിയായിട്ട് മാറണമെങ്കിൽ, ശരീരത്തിൻ്റെ ഊർജ്ജമായി മാറണമെങ്കിൽ അത് ചവച്ചരച്ച് ഭക്ഷിക്കണം. ഇന്ന് നാം എല്ലാം അക്കാര്യത്തിൽ അലസരാണ്, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, അലസരാണ്. അതിനൊന്നൊരു വലിയ വില കൊടുക്കുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ നാം കേൾക്കുന്നു, എന്തെല്ലാം പറയുന്നു, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഗൗരവമേറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ പുസ്തകങ്ങളിൽ കൂടെയും പാട്ടുകളിൽ കൂടെയും എല്ലാം നമുക്ക് എന്ത് ചൈതന്യവത്തായ സന്ദേശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, വചനമാണ്, വചനം തന്നെയാണ് കിട്ടുന്നതൊക്കെ നമുക്കറിയാം. അതിൻ്റെ മാധുര്യം നിങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെയും വരുന്നത്. പക്ഷേ എങ്കിലും നിങ്ങളത് അയവിറക്കി അനുഭവമാക്കുന്നില്ല. വചനം വീണ്ടും അയവിറക്കണം. ആദ്യ സ്നേഹത്തിൽ ഞാൻ നിൽക്കുന്നുവോ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ, എൻ്റെ വിളക്ക് കെട്ടിരിക്കുകയാണോ ചിന്തിക്കണം. അല്ല, വിളക്കിൻ്റെ സ്റ്റാൻഡ്, അതിൻ്റെ വിളക്ക് സ്ഥാപിച്ചിരിക്കുന്ന ആ നില പോലും മാറിയിരിക്കുകയാണോ ചിന്തിക്കണം. അല്ല, എൻ്റെ വിളക്കുണ്ട് പക്ഷേ എണ്ണയില്ലാതിരിക്കുകയാണോ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം, തനിയിരുന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് എൻ്റെ അവസ്ഥ? വിളക്കിൽ എണ്ണയുണ്ട്, തിരിയുണ്ട്, കത്തുന്നുണ്ടെങ്കിൽ നല്ലത്, ഏറ്റവും നല്ലത്. മൂഢമായ വിശ്വാസത്തിൽ പോകരുത്. എന്നാലും കുഴപ്പമില്ല, കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയല്ല, ഓരോ പ്രാവശ്യവും എണ്ണ വറ്റുമ്പോൾ എണ്ണ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. എണ്ണ വറ്റും. ഈ അല്പം എണ്ണ കൊണ്ട് നമ്മൾക്ക് ഈ വിളക്ക് എക്കാലവും കത്തിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. ഈ വിളക്ക് പ്രകാശിക്കണമെങ്കിൽ എണ്ണ കൂടെ ഒഴിച്ചുകൊണ്ടിരിക്കണം. കുറയുന്നതനുസരിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കണം. പെട്രോമാക്സ് ആണെങ്കിൽ അതിൻ്റെ ജ്വാല കുറയുമ്പോൾ, വെളിച്ചം കുറയുമ്പോൾ അതിലേക്ക് എയർ പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ മണ്ണെണ്ണ അത് മുകളിലോട്ട് അത് കയറി ചെല്ലുമ്പോൾ അത് ആവിയായിട്ട് ചെന്ന് മാൻഡിൽ വന്ന് വെളിച്ചമായിട്ട് പ്രകാശിക്കും. കൂടെ അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അത് കൂടെ നാം ആവർത്തിക്കുന്നുണ്ടോ? എന്നാൽ ചിന്തിക്കണം. എനിക്ക് കിട്ടിയ വചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുന്നുണ്ടോ? വചനപ്രകാരം ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുന്നുണ്ടോ? ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, അനേകം പേര് വചനം കേട്ടിട്ട് പോകുന്നു. തീർച്ചയായിട്ടും സന്തോഷമാണ്. നിങ്ങൾ വരുന്നത് സന്തോഷമാണ്, കേൾക്കുന്നത് സന്തോഷമാണ്. പക്ഷേ പിന്നെ കേൾക്കുന്നു, പിന്നീട് പലരും മാതൃകയില്ലാതെ ജീവിക്കുന്നതെന്ന്. ഞാൻ വിശദമായിട്ടൊന്ന് പറയാനല്ല ഇപ്പോൾ ശ്രമിക്കുന്നത്. മാതൃകയില്ലാതെ ജീവിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ ഈ കൂട്ടായ്മയെയും വചനശുശ്രൂഷയെയും എതിർക്കുന്ന ഒട്ടേറെ ആളുകളുണ്ടല്ലോ. അവർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭയങ്കരമായ ദ്രോഹമാണ് കൂട്ടായ്മയിൽ വന്നിട്ട് തെറ്റ് ചെയ്യുന്നവരെന്നറിയാമോ? അതൊന്നും അറിയുന്നില്ല. കൂട്ടായ്മയിൽ വന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് പോയിട്ട് പിന്നെയും തെറ്റിലേക്ക് പോവുകയും പിന്നെയും മാതൃകാദൂഷ്യമായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ അതനുസരിച്ച് കിട്ടുന്ന വചനമനുസരിച്ച് ജീവിക്കുമെങ്കിൽ അവർ ആ നിൽക്കുന്നതായി നിൽപ്പുകൊണ്ട് തന്നെ ഏതെല്ലാം എതിർപ്പുകൾ വന്നാലും ഏതെല്ലാം ആക്രമണങ്ങൾ വന്നാലും ഒന്നും സാരമില്ല, എല്ലാം തൂളിയായി പോകും. ജീവിക്കുന്ന സാക്ഷികളായിരിക്കണം നാം ഓരോരുത്തരും. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ ജീവിക്കുന്ന സാക്ഷിയാണോ? എനിക്ക് വാസ്തവമായി അനേകം രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടോ? എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടാലും അനേകം ആളുകൾ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടോ? എൻ്റെ സ്വാർത്ഥതകൾ, എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ എല്ലാം വിട്ടാലും കർത്താവ് എനിക്ക് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഞാൻ നിന്ന് സഹിക്കേണ്ടി വന്നാലും അനേകം രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ നിൽക്കുന്നുണ്ടോ? ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ തനിനിറം മനസ്സിലാകും. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ചിന്തിക്കണം, എൻ്റെ ആദ്യ സ്നേഹത്തേക്ക് മടങ്ങി വരണം. പിന്നെ അത് മടങ്ങി വരാതെ നിങ്ങൾ ഒരു നിമിഷം മുന്നോട്ട് പോകരുത്. ദാവീദ് പറഞ്ഞില്ലേ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം മറ്റൊന്നിൻ്റെ നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ ശൈവമേൽക്കയറി കിടക്കുകയില്ല, എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപുളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല.
ദാവീദിന് പാവോചനം കിട്ടാൻ ഞാൻ അടങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, കിടക്കയിൽ കയറി കിടക്കുന്നില്ല, ഇല്ല, എൻ്റെ കൺപോളയ്ക്ക് മയക്കം കൊടുക്കുകയില്ല. 132 സങ്കീർത്തനം 1 വാക്യം വായിക്കൂ. 132 സങ്കീർത്തനം ദാവീദിന് ദൃഢമായ നിശ്ചയമാണ് പറയുന്നത്. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്തു. ദാവീദ് അവൻ യഹോവയോട് സത്യം ചെയ്തു. യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, നേർച്ച നേരുകയാണ് ഞാൻ നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ, യാക്കോവിൻ്റെ വല്ലഭനായ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു നിവാസം ഇരിപ്പിടം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല. എൻ്റെ ഹൃദയത്തിൽ നിത്യനായ ദൈവത്തിന് ഇരിപ്പിടം കണ്ടെത്താതെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അരമനയിലേക്ക് ഞാൻ പോവുകയില്ല, എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. ഉറക്കം കൊടുക്കുകയില്ല, എൻ്റെ കൺപോളയ്ക്ക് മയക്കം കൊടുക്കുകയില്ല. ഇനി ആത്മാവിൽ നേരെയായിട്ട് മതി, ഇനി വേറെ എന്തൊരു കാര്യവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, അങ്ങനെയുള്ളൊരു തീക്ഷ്ണത നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അത്രമാത്രം വലിയ കൊടുങ്കാറ്റാണ് അടിക്കുന്നത്. ഭീകരമായ കൊടുങ്കാറ്റ്, പൈശാചികൻ്റെ കൊടുങ്കാറ്റ്, ദുഷ്ടപിശാചിൻ്റെ ചുഴലിക്കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറമേയുള്ള കാറ്റിൻ്റെ അല്ല പറയുന്നത്. പലതരത്തിലുള്ളതായ ആക്രമണങ്ങൾ നമ്മുടെ നേരെ ആഞ്ഞെതിർത്ത് തീർത്ത് വരികയാണ്. അവയെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ, അവയെ നമുക്ക് നേരിടണമെങ്കിൽ നമുക്ക് സ്വന്തമായൊരു ശക്തി വേണം, സ്വന്തമായ കരുത്ത് വേണം. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളാരും കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കുന്നില്ല. കാലത്തിൻ്റെ ചുവരെഴുത്ത് എത്ര കാലം നമുക്ക് പ്രവർത്തിക്കാനാകും ആരറിയുന്നു? എത്ര കാലം ദൈവത്തിൻ്റെ വചനം പറയാനാകും ആരറിയുന്നു? പ്രിയപ്പെട്ടവരെ, ഇത് നല്ല കാലമാണ്, നല്ല സൽക്കാലമാണ്, സുപ്രസാദ കാലമാണ്, രക്ഷാ ദിവസമാണ്. അനുഗ്രഹത്തിൻ്റെ കവാടം തുറന്നിരിക്കുകയാണ്, ആർക്കും പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് കേട്ടിട്ട് ഇന്നൊരു കൂസലില്ലാതെ അനേകരിക്കുന്നുണ്ട്. കാര്യമെല്ലാം മനസ്സിലായി, ഒരു കൂസലുമില്ല, ഒരു ഭയവുമില്ല. അനേകരിന്ന് ആടിയും പാടിയും അങ്ങനെ ഒരു ശയ്യമേൽ കിടക്കുന്നത് പോലെ, സുഖശീതള ശയ്യ എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായ ജീവിതം അങ്ങ് കിടക്കുന്നത് പോലെയാണ്. ഒന്നും ആരെയും തൊടുന്നില്ല, ഹൃദയം നീറുന്നില്ല. പണ്ടൊക്കെ എങ്ങനെയല്ലായിരുന്നു? വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ കരഞ്ഞു തുടങ്ങിയിരുന്നു, ആളുകൾ ഏങ്ങടിച്ചു തുടങ്ങിയിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് ആരുടെ ഹൃദയത്തിൽ തൊടുന്നില്ല, തഴമ്പിച്ചു പോയി. കുഷ്ഠരോഗം വന്നയാളുടെ കയ്യിൽ മുറിച്ചാൽ ആ മുറിവിന് ഒരു വേദനയുമില്ല, കാരണം അവിടെ മരവിച്ചു പോയി. അല്ലെങ്കിൽ കാതിലെവിടെയെങ്കിലും മുറിയേറ്റാൽ ഒരു വേദനയുമില്ല, ചോര വരും, പക്ഷേ ഒരു വേദനയുമില്ല, കാരണം അവിടെ മരവിച്ചു പോയി. ആത്മാവിൽ കുഷ്ഠരോഗം ബാധിച്ചതുപോലെ ഇന്ന് മരവിച്ചിരിക്കുകയാണ് അനേകരെ. മരവിച്ചിരിക്കുന്നു, തഴമ്പിച്ചു പോയിരിക്കുന്നു. ആർക്കും ഹൃദയത്തിൽ മുറിവേൽക്കുന്നില്ല, ഹൃദയം പൊട്ടി തകരുന്നില്ല. തകർന്നു നുറുങ്ങിയതായ ഹൃദയത്തെ ദൈവമേ നിരസിക്കുന്നില്ലല്ലോ. തകർന്നു നുറുങ്ങിയതായ ഹൃദയത്തോടെ ദിവസത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ സഭ, സ്മരണാസഭ, അവിടെ നാം കണ്ടു, നിനക്ക് 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് അത് കർത്താവ് പറയുന്നത്. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, 10 ദിവസത്തേക്ക് ഉപദ്രവം ഉണ്ടാകും. ഒരു നിശ്ചിത കാലയളവിലേക്ക് നിനക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും, ഒരു നിശ്ചിത കാലയളവ്. ആ കാലയളവിൽ നീ വിശ്വസ്തനായി നിൽക്കണം, മരണപര്യന്തം വിശ്വസ്തനായി നിൽക്കണം. എന്നാൽ മാത്രമേ ജീവകിരീടം നിനക്ക് ലഭിക്കുകയുള്ളൂ. പ്രതിഫലം ലഭിക്കണമെങ്കിൽ അന്ത്യത്തോളം നീ വിശ്വസ്തനായി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഏതാനും ദിവസത്തേക്ക് ഒരു ഉത്സാഹമൊക്കെ വന്നു, ആരംഭശൂരത്വം എന്ന് പറയും. ആരംഭശൂരത്വം, ആദ്യം ഒരു ഉത്സാഹമൊക്കെ വന്നു, നല്ല ഉത്സാഹം, കൂട്ടായ്മ വരുന്നു, നല്ല സന്തോഷം, സാക്ഷ്യം പറയുന്നു, പാട്ട് പാടുന്നു, ഒക്കെ എല്ലാം നല്ലത്, നല്ല അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷേ എങ്ങനെയോ തണുത്ത് പോകുന്നു. ഓർക്കുക, വലിയൊരു പീഡയുടെ കാലത്തേക്ക് നാം പോവുകയാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, സഹിപ്പാനുണ്ട് നിനക്ക്, അത് പേടിക്കേണ്ട. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അനേകർ സാത്താൻ്റെ തടവറയിലാണ്. സാത്താൻ നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഞാൻ പറയുന്നില്ല, വേദസ്ഥ വാക്യങ്ങളാണ് കേട്ടോ. സാത്താൻ്റെ തടവറയിലാണ് അനേകർ. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, ഒരു നിശ്ചയ സമയത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഉപദ്രവം നിലനിൽക്കുകയില്ല. ഇതിൻ്റെ പരിസമാപ്തിയുണ്ട്, ഒരവസാനമുണ്ട്. ഇന്ന് നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുന്നൊരു ദിവസമുണ്ട്. ഇന്ന് യാതനയേറ്റ് മുമ്പോട്ട് പോകുന്നെങ്കിൽ, ആക്ഷേപമേറ്റ് മുമ്പോട്ട് പോകുന്നെങ്കിൽ, പരിഹാസമേറ്റ് നാം തളരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രതിഫലം കിട്ടുന്ന ദിവസമുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്മരണസഭ പീഡിത സഭയാണ്. പീഡകൾ ധാരാളം നേരിട്ട സഭയാണ്, ഒട്ടേറെ പീഡകൾ.
മൂന്നാമത്തെ സഭയാണ് പെർഗമോസ് സഭ. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെർഗമോസ് സഭ വാസ്തവത്തിൽ അന്നത്തെ ഏഷ്യ മൈനറിലെ ഒരു തലസ്ഥാനമായിരുന്നു പെർഗമം. ആ പട്ടണം ഏഷ്യ മൈനറിലെ ഒരു തലസ്ഥാന പട്ടണമായിരുന്നു. വളരെ മനോഹരമായി ഒരു കുന്നിൻ മുകളിൽ പണിതിരിക്കുന്ന ഒരു നഗരമായിരുന്നു അത്. പക്ഷേ അവിടെയുള്ള സഭയിൽ ചില അഴുക്കുകൾ വന്നു കയറി. ഒരു കള്ളപ്രവാചനായ ബിലയാമിൻ്റെ ഉപദേശം അവിടെ ചെന്നു. കള്ളപ്രവാചനായ ബിലയാം ഉപദേശം അത് അപകടകരമായ ഉപദേശമായിരുന്നു. ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന ഉപദേശമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് ചിന്തിച്ച് നമുക്ക് ഓർമ്മ കാണും. കള്ളപ്രവാചനായ ബിലയാം ദൈവത്തിന് ജനത്തെ ശപിക്കാനായിട്ട് പുറപ്പെട്ടതാണ്, പക്ഷേ ദൈവം അനുവദിച്ചില്ല. ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പുറപ്പെട്ടതാണ്, പക്ഷേ ദൈവം അതിന് ശപിക്കാൻ അനുവാദം കൊടുത്തില്ല. പക്ഷേ അവനൊരു കാര്യം ചെയ്തു. ഈ ജനം നശിക്കണമെങ്കിൽ ശപിച്ച് നശിപ്പിക്കേണ്ട, അവരിൽ പാവം വന്നാൽ മതിയെന്ന് ബിലയാം കണ്ടുപിടിച്ചു. ഈ ജനം തനിച്ച് പാർക്കുന്നൊരു ജനമാണ്, ജാതികളോട് ഇടകലരാത്ത ജനമാണ്, ആരുമായിട്ടും കൂട്ടുകൂടാത്ത ജനമാണ്. ഇവർ തനിയെ പാർത്ത് വിശുദ്ധി പാലിക്കുന്ന ജനമാണ്. അവർ വിശുദ്ധി മാത്രം കൈമുതലായ ജനമാണ്. അവർക്ക് അശുദ്ധി പറ്റിയാൽ അവർക്ക് നാശം വരും, ദൈവം അവരോട് കോപിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ബിലയാമിന് മനസ്സിലായി. ബിലയാം മോവാബ് രാജാവായ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ മോവാബിലുള്ള സ്ത്രീകളെ ഇസ്രായേൽ പാളയങ്ങളിലേക്ക് അഴിച്ചുവിടുക. മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ പാളയങ്ങളിലേക്ക് വിടുക. ഇസ്രായേലിയർ ആ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് അഴുക്ക് സംഭവിക്കട്ടെ, അവരുടെ ജീവിതം താറുമാറായി പോകട്ടെ, അവരുടെ വിശുദ്ധി തകരട്ടെ, അവരുടെ തനിമ, അവർ തനിയെ ജീവിക്കുന്നുള്ളതായ ആ തനിമ മറ്റാരുമായി ഇടകലരുകയില്ല എന്നുള്ള അവരുടെ നിർബന്ധം അത് പൊട്ടിപ്പോകട്ടെ, തകർന്നു പോകട്ടെ. അപ്പോൾ അവർക്ക് പാവം വരുമ്പോൾ ദൈവം അവരോട് കോപിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഭയങ്കരമായ തന്ത്രമായിരുന്നത്, വലിയൊരു ഭീകരമായ ഉപദേശമായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് പെർഗമോസിലെ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? അവർക്ക് വിഗ്രഹാരാധന ഉണ്ടായി. വിഗ്രഹാരാധന. സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് പോയി. നാം ആരും സത്യദൈവത്തെ വിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം പള്ളിയിൽ പോകുന്നവരാണ്, നമസ്കാരം ചൊല്ലുന്നവരാണ്, നാം നോമ്പ് നോക്കുന്നവരാണ്, നാം കൃത്യമായി ആത്മീയമായ ജീവിതത്തിൽ ഒരു നിഷ്ഠയുള്ളവരാണ്. പക്ഷെ പിന്നെ എന്താണ് നമുക്കുള്ള പ്രത്യേകത? അന്നത്തെ ജനത്തെ പോലെ തന്നെ നാമും വിഗ്രഹാരാധികളാണ്. വിഗ്രഹങ്ങൾ, അനേകം വിഗ്രഹങ്ങൾ, അബദ്ധജടിലമായ ആചാരങ്ങളും വിശ്വാസങ്ങളും, അബദ്ധവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ ഇന്നും പുലരുന്നുണ്ട് നമ്മുടെ ഇടയിൽ. ചിലതെല്ലാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ. ഇന്ന് നമ്മുടെ ഇടയിൽ പുലരുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ, ജാതീയ ആചാരങ്ങൾ. ഈ ശകുനം നോക്കുക, ലക്ഷണം നോക്കുക എന്നൊക്കെ പറയുന്നത് എത്രയോ ഹീനമായ താഴ്ന്ന നിലവാരമാണ്. കിണറിന് സ്ഥാനം നോക്കുക, വീടിന് സ്ഥാനം നോക്കുക എന്നൊക്കെ പറയുന്നതെല്ലാം ജാതീയ സമ്പ്രദായങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മന്ത്രവാദം ചെയ്യുക, കൈവശം കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷുദ്രപ്രയോഗം ചെയ്യുക എന്നെല്ലാം പറയുന്നത് എത്രയോ നീചമായ പ്രവൃത്തികളാണ്. അതൊന്നും ദൈവവേദനയിൽ തൊടുക പോലുമില്ല. ഒരു ദൈവദാസൻ ആത്മാവിൽ നിൽക്കുന്ന ദൈവവേദനയൊന്നും തൊടുകയില്ല. ഏത് മന്ത്രവാദം ചെയ്താലും തൊടുകയില്ല, ഏത് കൈവശം തന്നാലും തൊടുകയില്ല. അനേകർ ഇതെല്ലാം പേടിച്ച് കഴിയുന്നുണ്ട്. ജാതകത്തിൽ എന്തെല്ലാമോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് അതിനോർത്ത് പേടിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജാതകത്തിൽ എന്തെല്ലാമോ എഴുതി വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പേടിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, എനിക്ക് മാനസാന്തരം കിട്ടിയ ആദ്യ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ജാതകം കത്തിച്ച് കളഞ്ഞു. 2 ജാതകം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരു ഗണകനെ കൊണ്ട് ജാതകം എഴുതിച്ചു. പിന്നീട് വളരെ പ്രസിദ്ധനായ ഒരാളുടെ അടുക്കൽ ചെന്ന് അയാളെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് ജാതകം എഴുതി വെച്ചു. പക്ഷേ എനിക്ക് മാനസാന്തരം കിട്ടിയപ്പോൾ അത് അപ്പാടെ കത്തിച്ച് കളഞ്ഞു. എൻ്റെ പെങ്ങൾക്ക് ജാതകം ഉണ്ടായിരുന്നു, ആ ജാതകം കത്തിച്ച് കളഞ്ഞു. ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ എന്നെ ദശാന്തി എന്നൊക്കെ പറയുന്ന ജാതകമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ വന്നാൽ പിന്നെ ഏത് ഗ്രഹത്തിനാണ് സ്ഥാനമുള്ളത്? നിത്യനായ ദൈവം, സകല ഗ്രഹങ്ങളുടെയും നിർമ്മാതാവും സൃഷ്ടാവും നിയന്താവുമായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഏത് ഗ്രഹത്തിന് നമ്മുടെ മേലെ സ്വാധീനം ഉണ്ടാകും? ഒന്നുമില്ല. നിത്യ തേജോമയനായ ക്രിസ്തുവുമായിട്ട് നമുക്ക് ആകർഷണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൈവശവും ഏൽക്കുകയില്ല, ഒരു മന്ത്രവാദവും ഫലിക്കുകയില്ല, ഒരു മന്ത്രവിദ്യയും ഫലിക്കുകയില്ല. മന്ത്രം ചൊല്ലിക്കൊണ്ടെല്ലാം ചെയ്യുന്നതായ ക്ഷുദ്രപ്രയോഗങ്ങളുണ്ടല്ലോ, എല്ലാം തന്ത്രങ്ങളാണ്, വെറും സൂത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പണം എടുക്കാനുള്ളതായ ചില തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിലൊന്നിനും പിറകെ നാം പോകരുത്. അതിന് പിറകെ പോകുന്ന അനേകർ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് കണിയാനോട് അഭിപ്രായം ചോദിക്കുന്ന ആളുകളുണ്ട്. കഷ്ടം. ഇത്ര ദയനീയമായ ചിത്രമാണത്. ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് പുറപ്പെടുന്നതിന് മുമ്പ് കണിയാനോട് ചോദിക്കുന്നത് ചെയ്യാമോ എന്ന് ചോദിക്കും. കണിയാൻ എന്ന് വെച്ചാൽ ചെയ്യുകയുള്ളൂ. എന്ത് ചെയ്യും?
പ്രിയപ്പെട്ടവരെ, കണിയൻ നീ പറഞ്ഞത് ഈ ജ്യോത്സ്യനോട്, ഇങ്ങനെയുള്ളതായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് നാം വ്യതിരിക്തത പുലർത്തേണ്ടത്, നാം നമ്മുടെ സ്വന്തം നില പുലർത്തേണ്ടത്. ഇങ്ങനെയുള്ള മായകളിലേക്കൊന്നും മാറാതെ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും കുടുങ്ങാതെ നാം ക്രിസ്തുവിനെ മുൻനിർത്തി മുന്നോട്ട് പോകണം, ക്രിസ്തുവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, ഇതെല്ലാം പറയാൻ ഇനി എനിക്ക് എത്ര കാലം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തുറന്നു പറയുകയാണ്, ഉള്ള കാലം ഇത് ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ അന്ധവിശ്വാസങ്ങളോട് യാത്ര പറയുക. ദൈവത്തിന് സ്തോത്രം. എല്ലാ അന്ധതയോട് യാത്ര പറയുക, എല്ലാ പൈശാചിക വൃത്തികളോട് യാത്ര പറയുക, എല്ലാ പൈശാചികൻ്റെ കുൽസിത പ്രവർത്തനങ്ങളോട് യാത്ര പറയുക. എല്ലാം വേണ്ട. എനിക്ക് യേശുവിനുള്ളതായ ഏകാഗ്രമായ സ്നേഹം മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവിനുള്ളതായ സ്നേഹം മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. സ്തോത്രം. യേശുവിനുള്ളതായ സ്നേഹം, ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിച്ചാൽ മാത്രം മതി കർത്താവ്, വേറെ ഒന്നും വേണ്ട. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? കർത്താവ് എനിക്ക് വേറൊന്നും വേണ്ട പറയുമോ നിങ്ങൾ? ഒന്നെനിക്കറിയാം, നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കിട്ടിയാൽ നിങ്ങളുടെ രോഗങ്ങൾ മാറേണ്ടതാണെങ്കിൽ. യേശുവിനെ കിട്ടിയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയേണ്ട ബന്ധനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കിട്ടിയാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടും, ഭൗതികമായ അഭിവൃദ്ധി പോലും കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഭൗതികമായ അഭിവൃദ്ധി, ഉദ്യോഗത്തിലെ അഭിവൃദ്ധി, പണത്തിലെ അഭിവൃദ്ധി, നിലപുരങ്ങളിലെ അഭിവൃദ്ധി, ജോലി അഭിവൃദ്ധി എല്ലാം കിട്ടും യേശുവിനോട് ചേർന്നാൽ, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ. പ്രിയപ്പെട്ടവരെ, സത്യമായി നിങ്ങൾ കേൾക്കൂ. വിശുദ്ധമായൊരു വിശ്വാസം സ്വീകരിച്ച്, യേശുക്രിസ്തുവിനെ കർത്താവിനെ ഇഷ്ടമായി സ്വീകരിച്ച് പാവമില്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരാൾ, ആ ആളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്നുണ്ടെങ്കിലും എല്ലാം പരിഹരിക്കപ്പെടും. വിശ്വസിക്കൂ നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും, കടത്തിൻ്റെ തീരാ ബാധ്യതകളാണെങ്കിലും എല്ലാം തീരും. ക്രിസ്തുവിൽ ഏകാഗ്രമായൊരു ജീവിതം തുടങ്ങുമെങ്കിൽ എങ്ങനെയെന്ന് അത് അവരവർ അനുഭവിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തർക്ക് അനുഭവം കിട്ടുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ സകല പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിക്കുക. പൈശാചികൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നേടുവാനുള്ളതായ ഉപാധിയാണ് ക്രിസ്തുവിൻ്റെ രക്തമെന്ന് വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ എനിക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു വിശ്വസിക്കുക. പാപത്തിലേക്കോ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കോ ലോകവൈദ്യത്തിലേക്കോ ഞാൻ പോവുകയില്ലെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വാസം നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പണം എടുക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കൂ. കർത്താവേ, ഞാൻ സാത്താനോട് ഒരു സൈന്യത്തോട് യാത്ര പറയുന്നു, പൈശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു, ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. കരുണയുള്ള കർത്താവേ, അന്ധകാര ശക്തിയോട് ഞാൻ യാത്ര പറയുന്നു, അബദ്ധ വിശ്വാസങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. കരുണയുള്ള കർത്താവേ, മന്ത്രവിദ്യകളോട് ഞാൻ യാത്ര പറയുന്നു. യേശുവേ, നിന്നിൽ മാത്രം സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു. കർത്താവിലേക്ക് നിങ്ങൾ ഹൃദയം തിരിക്കുവീൻ. യേശുവിൽ നിങ്ങൾ വാക്ക് പറയുവീൻ. യേശുവേ, ഈ നിമിഷം മുതൽ നാഥ, ഞാൻ ഒരു പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ പ്രിയമക്കളെ അവിടെ നിന്ന് കാണുവാൻ എഴുന്നള്ളി വന്നതിനായി നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, നിൻ്റെ കരസ്പർശം ഏൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള ദൈവമേ, എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. ഒരു വിശുദ്ധ ജനം എഴുന്നേൽക്കട്ടെ അപ്പാ കർത്താവേ, ഒരു വിശുദ്ധ തലമുറ എഴുന്നേൽക്കട്ടെ കർത്താവേ. വിശുദ്ധിയുടെ ദൈവസേനയിൽ നിന്ന ഒരുപറ്റ യുവാക്കന്മാർ എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. അനേകർ വിശുദ്ധരായി തീരട്ടെ. രണ്ടാമത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.